മോനെ എന്താണ് ലാപ്പിലും കണ്ടുകൊണ്ടിരിക്കണേ? കണ്ണടി എടുക്കാനും മറുതായി പുല്ല്. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലേ, പഠിക്കണം എന്ന് വിചാരമൊക്കെ ഉണ്ട്. ഒരു ലാപ്പ് വാങ്ങി തന്നു വിചാരിച്ചിട്ട് ഫുൾട്ടായി ലാപ്പ് തന്നെയാണല്ലോ. ഫോൺ നോക്കാറില്ല. അല്ല, എന്താ നിന്റെ അടുത്ത പരിപാടി? ഉച്ചയായില്ലേ, നീ ചോറ് നിന്നിട്ടൊന്ന് കിടക്കണം. ഞാൻ കളിച്ച് കഷ്ടപ്പെട്ടിട്ടാക്കിയതാണ് ഈ വീട് പുറമ്പോക്കെ. അതിന് തറവാടല്ലേ തോക്കി ഇങ്ങനെ പോയത് നീ ഒന്നും എവിടെ എത്തൂല. അതിന് എനിക്ക് എവിടെയും പോകണ്ടെങ്കിലോ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ തന്നെ നിന്നോ. എടാ, എനിക്കും നിന്റെ അമ്മക്കൊക്കെ എത്ര വയസ്സായ എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ നോക്കുക. നീ ഇനി ഒന്ന് എന്നെ നോക്ക്. നോക്കടാ, നോക്ക്. അതിന് തനിക്ക് 60 വയസ്സല്ലായിരുന്നു. അല്ല അച്ഛാ, എന്താ വെച്ചാ കളാരാട്ടനൊക്കെ 60 വയസ്സിൽ ATM സെക്യൂരിറ്റി ആയിട്ട് പണി ചെയ്യുന്നുണ്ട്. മാത്രമല്ല മമ്മൂക്കവരിപ്പം പണിക്ക് പോകുന്നുണ്ട്. അച്ഛന് വേണമെങ്കിൽ ഞാൻ വല്ല കാറ്ററിംഗ് പണി സെറ്റ് ആയി തരാം. ഇയാൾക്ക് ഭ്രാന്താണ്. നാളെ മുതൽ നീ പണിക്ക് പോയേക്കാം. ഓ, ഇതിനായിരുന്നു ഇത്ര മുഖപുര. ഇത് പറയാനുള്ള മുഖത്തൊന്ന് പറയാനായിരുന്നു. പിന്നെ ഇത്രയും നേരം നിന്റെ കുട്ടി നോക്കിയിട്ടാണ് വന്നി ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് മുൻപോണ്ട് എത്ര പറ്റാൻ ഞാൻ സഹിക്കാം. ഓ, എന്നാ എന്നെ വല്ല പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് ആ വൃത്ത സ്ഥലത്തേക്ക് വിട്ടോ. ഞാൻ 4 ചുവടക്കുള്ളിൽ ഒതുക്കോ. എടാ കൊച്ചു കഴിവേറി, കൊള്ളാലോടാ നിന്റെ പൂതി. എത്ര പ്രാവശ്യം നിന്നോടൊക്കെ പറയാ, ഞങ്ങളൊക്കെ ചാവാറേടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നോടൊക്കെ കേട് അപേക്ഷിക്കുന്നത്. മരിക്കാനോ? അച്ഛൻ സ്ട്രോങ്ങല്ലേ? അച്ഛനെ എങ്ങനെ മരണത്തിന് മുന്നിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊത് കളഞ്ഞല്ലോടാ ഭാവി. നശിപ്പിച്ചേക്കാം. അവർ സഡീസ് ക്രിമിനൽ.